എന്താ പറയണത്? അവിടുന്ന് അത് 111:4 എന്താ പറയണത്? അവിടുന്ന് തന്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു, ജീവിതമാർഗം നൽകുന്നു. എന്താണ് കാരണം? അവിടുന്ന് തന്റെ ഉടമ്പടി അനുസ്മരിക്കുന്നു. അപ്പൊ ഭക്തർക്കാണ് നൽകുന്നത്. ഭക്തി ഒരു പ്രശ്നമാണ് നിന്റെ അകത്തെ. ഉടമ്പടിയും ഭക്തിയും. ഇപ്പം നിനക്ക് ജോലി വേണം, വീട് വേണം, വിവാഹം നടക്കണം, കുഞ്ഞുങ്ങൾ ഉണ്ടാവണം, വസ്തു വിൽക്കണം, രോഗം മാറണം, ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഇത് വർക്ക് ചെയ്യണ ഭക്തിയിലാണ്. ഈ ഇങ്ങനെ എല്ലാ മാർഗങ്ങളും ഉടമ്പടിയുടെ ഭക്തിയുണ്ട്. ഭക്തി എന്ന് പറയണം നീ ഇവിടെ വന്ന് വിറച്ചതുള്ളി കമന്നടിച്ച് കിടക്കണമല്ല ഭക്തി. ഉടമ്പടിയുടെ ഭക്തി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു ഭക്തി എന്ന് പറയണത് എന്താണെന്ന്. ഇല്ലേ? പറഞ്ഞായിരുന്നു. അതായത് ഇപ്പം ഒരു ഭക്തി പ്രത്യയം ഉണ്ടല്ലോ എൻ്റെ അടുത്ത്. ഇത്ത എന്ന ഭക്തി ഫായും ഫാ പ്ലസ് ത വെച്ചാൽ ഇത്ത എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ ഒട്ടുക എന്ന അർത്ഥം, ഒട്ടണം എന്നാണ് അർത്ഥം. രക്തമില്ലേ, രക്തത്തിനൊരു ഇത്ത ഉണ്ടല്ലോ, ഒട്ടണം എന്നതിന് അർത്ഥം. വെച്ചാൽ രജോ ഗുണത്തോട്, രജോ ക്ഷത്രിയ ശക്തി. അപ്പോൾ ക്ഷത്രിയ ഗുണത്തോട് ഒട്ടണതിനാണ് രക്തമെന്ന് പറയണത്. അതായത് രജോ ഗുണം എന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്, നമുക്കറിയാം. തമോ ഗുണമുണ്ട്, ഇരുട്ടിൻ്റെ ശക്തി, ദുഷ്ടന്മാരുടേത്, ക്രിമിനൽസിൻ്റെത് തമോ ഗുണം. രജോ ഗുണം ധൈര്യശാലികളുടേത്, അവരല്ലേ സാഹസപ്പണിയൊക്കെ ചെയ്യണത്. അപ്പോൾ രജോ ഗുണം. പിന്നെ ഉള്ളത് സദ്ഗുണമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള മനുഷ്യൻ്റെ ബ്ലഡിൻ്റെ നമ്മുടെ ഇന്ത്യൻ ഫിലോസഫിയിൽ കുറേ അധികം തരംതിരിവുണ്ട്. ഈ രജോ ഗുണത്തോട് ധൈര്യത്തോട് ഒട്ടു നിൽക്കുന്ന സാധനം ഒട്ടിപ്പിക്കുന്നതിന് രക്തം എന്ന് പറയും. രജോ ഗുണത്തോട് ഒട്ടുന്നതിന് രക്തം. ഇനി എന്ത് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിവിടെ ഒരു യുക്തായുണ്ട്. ഭഗവാനോട് ഒട്ടണതിനാണ് ഭക്തി എന്ന് പറയുന്നത്. ഇവിടെ പ്രശ്നം ഭഗവാനോട് ദൈവത്തോട് മനുഷ്യൻ ഒട്ടുന്നതിന് വേണ്ടിയാണ്. ഒട്ടുന്ന എന്ത് വ്യാപാരമായാലും അത് ഭക്തിയാണ്. ശക്തമായി പലതരം പശയില്ലേ, കഞ്ഞിയുടെ പശുണ്ട്, മൈദാപ്പശുണ്ട്, ഇതെല്ലാം. കഴിഞ്ഞ ദിവസം ഞാനൊരു മുത്തൊട്ടിച്ചപ്പോഴും എൻ്റെ അമ്മ എൻ്റെ കൈയും തമ്മിൽ ഒട്ടിപ്പോയി. പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും കൈ ഒട്ടിപ്പോയി. ഭയങ്കര അഡിക്കേഴ്സുമായിപ്പോയി. എല്ലാവരും നമ്മൾ ഒട്ടിച്ചിട്ട് പിന്നെ പുറത്തോട്ട് വരുന്നില്ല. അത്രയും ഭയങ്കര പശയായിപ്പോയി. അപ്പോൾ പലതരത്തിലുള്ള പശുണ്ട്. അപ്പോൾ ഈ ഭക്തിയിലും നമ്മൾ ഭഗവാനോട് കാണിക്കുന്ന ഭക്തിയുണ്ട്. അതിലും തന്നെ പശക്ക് പലതരം പശുണ്ട്. ചുമ്മാ നാക്കുകൊണ്ട് ഭക്തിഗാനം പാടിയാലും ഭഗവാനോട് ഒട്ടും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു പോകും. ഇതാണ് പ്രശ്നം. ഇത് പ്രശ്നമാണ്. നിങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് പറയുമ്പോൾ ഉടമ്പടിയും ഭക്തിയും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ ഭക്തി ഗാനങ്ങൾ തന്നെ ഒരു പാട്ട് പാടിക്കഴിഞ്ഞാൽ ഭക്തിഗാനമാണെങ്കിൽ ഭക്തിയിൽ അഭിഷേകമുള്ള ഗാനം അത് പാടിക്കഴിയുമ്പോൾ നമുക്ക് ദൈവത്തോടൊരു അടുപ്പം തോന്നും, ഭഗവാനോട് നമ്മൾ ഒട്ടും. കുറച്ച് കഴിയുമ്പോൾ അത് പറഞ്ഞു പോകും. കാര്യം ഭക്തിഗാനത്തിനൊക്കെ ഒട്ടിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടത്തില്ല ഈ സാധനം. പശയുടെ ക്വാളിറ്റി പോലെ ഇരിക്കുന്ന സംഭവം. പക്ഷെ ഉടമ്പടിയിൽ ഉപയോഗിക്കുന്ന ഭക്തി എന്ന് പറയുന്നത് വേറെ ഒരു സംഭവമാണ്. നാക്കിൻ്റെ ചൊല്ലലല്ല. എന്താ ഉപയോഗിക്കണത്? ചെയ്യലാണ്. അത് പണ്ടാരപ്പശയാണ്. അതാണ് സാധനം. അതായത് നീ മനഃപൂർവ്വം ദൈവത്തോടുള്ള സ്നേഹത്താൽ ഇപ്പം നമ്മൾ രോഗികളെ കാണുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു, കടുത്ത കാര്യങ്ങളെ. ഇപ്പം നിങ്ങളെ പല ആൾക്കാരും ഉപയോഗിക്കുന്നത് ചെറിയ തരം കള്ളപ്പശയാണ് ഉപയോഗിക്കുന്നത്. പത്രം കൊണ്ടേ കൊടുക്കുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുക. രോഗികളൊന്നും ആരും കാണത്തില്ലല്ലോ. അതിന് കുറച്ചുകൂടി കൂടിയ ദൈവസ്നേഹം വേണം. പ്രത്യേകിച്ച് നമുക്ക് പരിചയമില്ലാത്ത രോഗികളാണ്. പരിചയമുള്ള രോഗികളല്ല, പരിചയമില്ലാത്ത രോഗികളെ പോയി കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിനൊക്കെ കൂടിയ പശ വേണം, കൂടിയ ഭക്തി വേണം. അതിന് സാധാരണ ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ പലരോടും അതായത് കൂടിയ വലിയ കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ എപ്പോഴും അതേസമയം തന്നെ വലിയ ഈ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ളവരാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിപ്പോൾ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ, ഉടമ്പടി എടുക്കുമ്പോൾ ഞങ്ങളൊന്നും പറയത്തില്ല, പക്ഷേ ഉടമ്പടി പുതുക്കി കഴിയുമ്പോൾ നിങ്ങൾ പശയുടെ ബ്രാൻഡ് മാറ്റേണ്ടി വരും, ക്വാളിറ്റി മാറ്റേണ്ടി വരും. മനസ്സിലായില്ലേ? ഉടമ്പടി പുതുക്കിയിട്ട് പണ്ട് ചെയ്തതിനേക്കാൾ പിന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്രാൻഡഡ് കള്ളന്മാരാണ്. ഇപ്പം ഞങ്ങൾ രാവിലെ അവിടെ സംസാരിച്ച തിരട്ട് ഗ്രാമമെന്ന് പ്രഭുവച്ചൻ പറഞ്ഞു. കള്ളന്മാർ മാത്രം താമസിക്കുന്ന ഗ്രാമം തമിഴ്നാട്ടിലുണ്ടെന്ന്. തമിഴ്നാട്ടിൽ മാത്രമല്ല, ഉടമ്പടി എടുത്തതിൽ 50% കള്ളന്മാരുണ്ടാകും.
അതുവെച്ചാൽ ഇവർ പുതുക്കൽ വരുമ്പോൾ ഇവർ ഉഴപ്പും. പഴയതുപോലെ പവർ കാണിക്കത്തില്ല. ആ പത്രം കൊടുക്കുമ്പോൾ ഇനി ഇത് കൊടുക്കുക, ഇത് കൊടുത്ത് അവസാനിപ്പിക്കുക, എപ്പോഴും കൊടുത്തേക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ മുമ്പത്തേക്ക് ഉഴപ്പും. ചില ആൾക്കാർ കുറച്ചുകൂടി തീഷ്ണമതികളായി മാറും. കാര്യം ഇത് വർക്ക് ചെയ്യണത് ഭക്തിയിലാണ് വർക്ക് ചെയ്യണത്. ഭക്തി, നമ്മുടെ ഭക്തി ഒരു പാട്ട് പാടിയാൽ ഒട്ടണ ഭക്തി അല്ല ഇത്. ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പദ്ധതിയാണ്. അപ്പം ചെയ്യുമ്പോൾ ഏറ്റവും ക്ലേശകരമായി ചെയ്യണം. കാരണം എന്തുമാത്രം സ്നേഹം കൂടുന്നുവോ ദൈവത്തോട്, അത്രയും ക്ലേശകരമായ ഭാരം നമ്മൾ ഏറ്റെടുക്കും. മനസ്സിലായേ? അതാണ് സംഭവം. എന്തുമാത്രം ഇത് ദൈവസ്നേഹമാണ്, ബേസിക്കായിട്ട് ദൈവസ്നേഹമാണ്. എന്തുമാത്രം ദൈവത്തോട് നമുക്ക് സ്നേഹം തോന്നുന്നുവോ അത്രയും നമ്മൾ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണ് അമ്മയും അത് തന്നെയല്ലേ പറയണത്. അമ്മ എന്താ പറയണത്? 1:50 വായിച്ചമോളെ. ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അതായത് ഭക്തി വർദ്ധിക്കുന്നതനുസരിച്ച് ലൂക്ക 1:50 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ്, അവിടുത്തെ ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കും. അപ്പോൾ വലിയ കാര്യങ്ങൾ ചെയ്യണതും ഭക്തിയിൽ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴെന്താ പറ്റും? തലമുറകൾക്ക് ബ്ലെസ്സിങ് കിട്ടും. എന്നുവെച്ചാൽ നിൻ്റെ ഇപ്പം അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലേ? ഇവിടെ വരുമ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ടല്ലോ, അമ്മമാർ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. പക്ഷേ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തലമുറയാണല്ലോ, വേറെ തലമുറയല്ലേ. പേരക്കിടാങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മമ്മമാരും വരുന്നുണ്ട്. ഞങ്ങളിവിടെ ഉടമ്പടി ആവതില്ലെങ്കിൽ എടുപ്പിക്കത്തില്ലെന്നേ ഉള്ളൂ. കാര്യം അവർക്കത് ചെയ്യാൻ പറ്റത്തില്ല. ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ 75 വയസ്സ് കോഴിക്കോട് നിന്നൊരു നോൺ ക്രിസ്ത്യനായിട്ടുള്ള അമ്മാമ്മ വന്നു. എന്നാ പവറാ! അവരോട് പറഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ 17 വയസ്സുകാരെ പോലെ അവർ സംഭവം ചെയ്യും. അത്രയും പവർ. 70 വയസ്സുണ്ടെന്നൊരു ഒരു കാര്യമില്ല. ഞങ്ങൾ നോക്കണ വയസ്സല്ല, ഇവർക്ക് ചെയ്യാനുള്ള ആംബിയർ ഉണ്ടെന്നാണ് ഞങ്ങൾ നോക്കണത്. വയസ്സൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മനസ്സിരിപ്പ്, ഞങ്ങളുടെ അസസ്മെൻറ്റിൽ എന്താ ചെയ്യണം. അതുകൊണ്ടല്ലേ ചില വയസ്സന്മാരെ കാണുന്നില്ല ഉടമ്പെടുക്കണത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാനുള്ള ആംബിയറുണ്ട്. മറ്റുള്ളവർ ചുമ്മാ മരുമകളെ വീട്ടിൽ ഇരുന്ന് അതെന്ത് ചെയ്യരുത്, നീ ഇവിടെ പേടി, ഇന്നലെ ഇവിടെ പേടി, ഇന്നലെ മെനയെന്ന് ഇവിടെ പോയതൊക്കെ ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ പോയി കൃപാസനത്തിൽ ഇരിക്കാൻ പറഞ്ഞു വിടും. അങ്ങനെ വന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വന്നാലേ എന്നാൽ പിന്നെ ഉടമ്പടി കൊണ്ട് എടുത്തേക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കറിയാം ഇവർ ചെയ്യത്തില്ല, ചുമ്മാ അഭ്യാസത്തിന് വന്നാണെന്നറിയാം, എടുപ്പിക്കത്തില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈശോ അമ്മ എന്താ പറഞ്ഞത്? ലൂക്ക 1:50 എന്താ പറഞ്ഞത്? അവിടുന്ന് തൻ്റെ ഭക്തരുടെ മേൽ തൻ്റെ കാരുണ്യം തലമുറകൾ തോറും പ്രദർശിപ്പിക്കും. അപ്പോൾ 2-3 പ്രശ്നമാണ് അവിടെ. അതെല്ലാം ഉടമ്പടിയാണ്. കാര്യം അവിടെ കാരുണ്യം വന്നിട്ടുണ്ട്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണല്ലോ കാരുണ്യം, മെറിറ്റിലല്ല. അപ്പം തലമുറകളോട് കാരുണ്യം കാണിക്കും. നിൻ്റെ മക്കളോടും പേരക്കിടാങ്ങളോടും ദൈവം കാരുണ്യം കാണിക്കും. ആരുടെ? ഭക്തരുടെ മേലാണ്. ആ ഭക്തി കാണിക്കുന്ന വ്യക്തി ഭക്തി സത്യസന്ധമായിട്ടാണ് കാണിക്കണതെങ്കിലേ, സത്യസന്ധമായിട്ട് കാണിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് സംഭവം വെച്ചാൽ, ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം കൂടിയാൽ നമ്മൾ രക്തസാക്ഷി വരെ ആയിപ്പോവും. ഞാനൊക്കെ എപ്പോഴും കൊതിക്കണ ഒരു സംഭവമാണ്. എനിക്കിങ്ങനെ പനി പിടിച്ച് മരിക്കുമ്പോഴൊക്കെ ആത്മഹത്യ ചെയ്ത പോലെയുള്ളൊരു പദ്ധതി എൻ്റെ മനസ്സിനുള്ളത്. അങ്ങനെ ഒരു സുവിശേഷകരൊക്കെ എന്നെ പനി പിടിച്ച് മരിക്കണേ. സുവിശേഷം പ്രസംഗിച്ച് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഏറ്റാണ് ദൈവത്തിന് സാക്ഷിയായി അവൻ അത്രയും നാൾ ചെയ്ത കാര്യം സത്യസന്ധമാണെന്ന് ലോകത്തോടും ദൈവത്തോടും പറഞ്ഞുകൊണ്ടാണ് അവൻ ദൈവത്തെങ്കിലേക്ക് പോണത്. അതാണ് അപ്പോൾ അത്രയും വരെ എത്തിപ്പോകുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ട് എത്താൻ മനുഷ്യൻ കൊതിക്കുന്നുണ്ടെങ്കിൽ, ഭക്തിയുടെ പിന്നിൽ എപ്പോഴും നമുക്ക് ഒരു ആത്മാർത്ഥമായ സമർപ്പണം ഉണ്ടാകണം. അല്ലാതെ എന്തെങ്കിലും ഈ ലൊട്ടിലൊടുക്ക് പരിപാടി ചെയ്ത് ഉടമ്പടി ഒപ്പിക്കാമെന്ന് ആരും ധരിക്കരുത്. കാര്യം ഇത് അസസ് ചെയ്യണത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, ദൈവത്തോട് നിങ്ങൾ കാണിക്കേണ്ട സ്നേഹമാണ്. അതുകൊണ്ട് സങ്കീർത്തനം എന്താ പറയണത്? അവിടുന്ന് സ്നേഹത്താൽ
ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം ആരാധന. 91:44. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. ഇരിക്കുക. സങ്കീർത്തനം 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. Praise the Lord. Praise the Lord. അതായത് ഈ നമ്മൾ ആദ്യം കണ്ട എന്താണ്? ആദ്യം കണ്ട വചനത്തിലുണ്ടായിരുന്നത് ഭക്തിയാണ്. 111:4 നമ്മൾ കണ്ടത് എന്താണ്? തന്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു. തന്റെ ഭക്തർക്ക് അവിടുന്ന് ജീവിതമാർഗം നൽകുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അപ്പോൾ ഭക്തർക്ക് ജീവിതമാർഗം നൽകുന്നതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയണത്, അടിസ്ഥാനം എന്താണ്? ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കണം. പിടികിട്ടിയാ? ദൈവം നമ്മുടെ നിങ്ങൾ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയെ ദൈവം അനുസ്മരിക്കണം. ദൈവം അനുസ്മരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ആ ഭക്തി എന്ന് പറഞ്ഞ ഒട്ടലില്ലേ, അതെന്തുകൊണ്ടാണ് ഒട്ടണത്? ദൈവസ്നേഹത്താലാണ് ഒട്ടണത്. 91 സങ്കീർത്തനം അതല്ലേ പറയണത്? 91:14 അല്ലേ? അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ, അവിടുന്ന് സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം. അപ്പോഴ് ഒട്ടി നിൽക്കുമ്പോഴേ രക്ഷിക്കുക മാത്രമല്ല, ദൈവം നമ്മുടെ ഉടമ്പടി അനുസ്മരിക്കും. അവിടുന്ന് സ്നേഹത്തിൽ നമ്മൾ ദൈവത്തോട് ഒട്ടി നിൽക്കുകയാണെങ്കിൽ ഉടമ്പടി അനുസ്മരിക്കും. ഉടമ്പടി അനുസ്മരിച്ചാൽ മതി. കാര്യം ദൈവം നമ്മളൊന്ന് ഓർത്താൽ മതി. നമുക്ക് ഈ അനുഗ്രഹം വരുന്നതിൻ്റെ സോഴ്സ്, ഇപ്പോൾ ആൻ്റണി പാടിയില്ലേ, വരുന്നുണ്ട് നിൻ്റെ അനുഗ്രഹം വരുന്നുണ്ട്, ആഹാരം വരുന്നുണ്ടെന്നൊക്കെ പറയണത് എന്തുകൊണ്ടാണ്? ദൈവം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഭക്തി, വിശ്വാസം, സ്നേഹം എല്ലാം വർക്കൗട്ട് ചെയ്യണത് ഒറ്റ ആപ്പിലാണ്, സിംഗിൾ മെമ്മറിയാണ്. അത് കുർബാന പോലും മെമ്മറി ആക്കി കളഞ്ഞതിൻ്റെ കാരണം അതാണ്. നിൻ്റെ സ്നേഹം ദൈവം അനുഭവിക്കുന്നത് നീ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സ്നേഹം നീ അനുഭവിക്കുന്നതും നീ ദൈവത്തെക്കുറിച്ച് ഭക്തിയോടെ ഓർക്കുമ്പോഴാണ്. ഓർമ്മയാണ് ഇതിൻ്റെ ബേസ്മെൻ്റ് എല്ലാം. വെൻ വി ലോസ്റ്റ് യുവർ മെമ്മറി, യു ലോസ്റ്റ് യുവർ ഫെയ്ത്ത് ആൻഡ് യുവർ ഗോഡ്. അതാണ് സത്യം. എന്നെങ്കിലും നീ ദൈവത്തിനെക്കുറിച്ചുള്ള ഓർമ്മ നിനക്ക് നഷ്ടമായാൽ അവിടെ വെച്ച് നീ ഭക്തനല്ലാതായി മാറും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയെക്കുറിച്ച് സ്നേഹത്തോടെ ഓർക്കുവാൻ ആവശ്യമായ അഭിഷേകം എനിക്ക് നൽകണമേ. അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. മക്കളെ, ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് ഓർമ്മയാണ്. ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴുണ്ടാകുന്ന, ദൈവത്തെക്കുറിച്ച് നമ്മുടെ ജീവിത അവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്താതെ തന്നെ ദൈവത്തിന് വേണ്ടി മാത്രം ഓർക്കുക കഴിഞ്ഞാൽ നീ കറക്റ്റ് ദൈവപൈതലാകും. കാര്യം ഇതൊരു ഓർമ്മയിലാണ് നീയും ദൈവവും തമ്മിലുള്ള റിലേഷൻസ് വർക്കൗട്ട് ചെയ്യണത്. ഓർമ്മയുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത്, ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. ഇത് ഓർക്കുമ്പോഴെല്ലാം നമുക്ക് ചുമ്മാ ഇങ്ങനെ അപ്പം മുറിച്ച് ഓർക്കാൻ പറ്റത്തില്ല. അപ്പം മുറിക്കുമ്പോഴെല്ലാം നിങ്ങൾ ഓർക്കേണ്ടത്, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സെന്റ് പോൾ റെഫറൻസ്, ശ്രദ്ധിക്കേണ്ടത് ഇത് ചെയ്യുമ്പോഴെല്ലാം അവൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ഓർക്കുന്നു, അവൻ്റെ തിരുമരണത്തെക്കുറിച്ച് ഓർക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
1 കൊറിന്തോസ് 11:26. 1 കൊറിന്തോസ് 11:26. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അവസ്ഥ. അതായത് ഇത് നിങ്ങൾ അവൻ്റെ അപ്പം അവൻ്റെ നാമത്തിൽ മുറിച്ച് കഴിയുമ്പോൾ നമ്മൾ എന്താ ഓർക്കേണ്ടത്? കർത്താവിൻ്റെ മരണമാണ് ഓർക്കേണ്ടത്. എന്നുവരെ ഓർക്കും? അവൻ്റെ പ്രത്യാഗമനം വരെ ഓർക്കും ഇവിടെ. അതുകൊണ്ടാണ് മാസിനേക്കാൾ കുർബാനയേക്കാൾ വലിയതൊന്നും ദൈവത്തിന് സ്ഥാപിക്കാൻ പറ്റത്തില്ല എന്ന് വിശുദ്ധമാർ പറയണത് അതാണ്. കുർബാന സ്ഥാപിക്കുന്നതിനേക്കാൾ വലുത്. കാര്യം അത് ഓർമ്മയുടെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റ് ആയിട്ടുള്ള, ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള, ദൈവത്തെ നമുക്ക് ഓർക്കാനും നമുക്ക് ദൈവത്തെ ഓർക്കാനും, ദൈവസ്നേഹത്തിലും ദൈവത്തിന് നമ്മളുടെ സ്നേഹത്തിൽ നിറയാനും നമുക്ക് ദൈവത്തോടെ സ്നേഹത്തിൽ നിറയാനും. അതുതന്നെ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? അവിടുന്ന് നമ്മൾക്ക് എന്തുകൊണ്ടാണ് ഈ ഫത്തിനെ അനുസ്മരിക്കാൻ കാരണം എന്താണ്? 91:14 വായിച്ചതിൻ്റെ 91 നമ്മൾ ആദ്യം അതായത് അവിടുന്ന് തൻ്റെ സ്നേഹത്താൽ തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു, അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. ഇതാണ് പ്രശ്നം. ഈ അനുസ്മരണം എന്ന് പറഞ്ഞൊരു സംഭവമാണ് ആധ്യാത്മികതയുടെ ആൽഫയും ഒമേഗയും. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓർമ്മയാണ്. കാര്യം ദൈവം നമ്മളെ ഓർക്കുന്നു. ഉടമ്പടിയെ പോലെ ദൈവത്തെ നമ്മളെ കൊണ്ട് ദൈവത്തിന് നമ്മളെ ഓർക്കാൻ പറ്റിയ ഒരു സംവിധാനമില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് IELTS പാസ്സാകണം, അതുപോലെ എന്തെങ്കിലും വസ്തു വിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിപ്പോണില്ലേ? അതല്ല സംഭവം. ഇറ്റ്സ് എ ബയലാറ്ററൽ എഗ്രിമെൻ്റ്. എന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് ദൈവത്തിന് നമ്മളെ ഓർക്കാനും നമ്മൾക്ക് ദൈവത്തെ ഓർക്കാനും അതുവഴി ദൈവം നമ്മളുടെ സ്നേഹത്താൽ നിറയാനും നിറഞ്ഞ് നമ്മളെ തണക്കെ അനുഗ്രഹിക്കാനും ഒക്കെയുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഓർമ്മയാണ്. അതിൻ്റെ പ്രശ്നം ആ ഓർമ്മ അതാണ്. ആ ഓർമ്മയെക്കുറിച്ചാണ് 111:4 പറയണത്. എന്താണ്? അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം ജീവിതമാർഗം നൽകുന്നു. പിന്നെ എന്താണ്? അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു. അപ്പം അനുസ്മരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടിയെ ദൈവം അനുസ്മരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് തക്ക ദൈവസ്നേഹം ഉണ്ടാകണം. കാര്യം എന്താണ്? ഭക്തിയല്ലേ, ഭക്തർക്കല്ലേ, ഭക്തരുടെ ഉടമ്പടിയല്ലേ അനുസ്മരിക്കണത്? അല്ലേ? ദൈവം ഭക്തരുടെ ഉടമ്പടിയാണ് അനുസ്മരിക്കണത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ബേസിക് എന്താണ്? ദൈവസ്നേഹമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഭക്തി ഒട്ടി നിൽക്കുന്ന പരിപാടിയാണെങ്കിലും ശരിക്കും ഒട്ടിക്കണത് എന്താണ്? അവിടുന്ന് സ്നേഹത്തിൽ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 91 സങ്കീർത്തനം ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 91 സങ്കീർത്തനം 14 തിരുവചനം. 91:14. അവൻ സ്നേഹത്തിൽ എന്നോട് അവിടുന്ന് സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. രക്ഷ വരണതും സംരക്ഷണം വരണതും എല്ലാം വരണത് എന്താണ്? നിൻ്റെ സ്നേഹത്തിൻ്റെ ലെവലനുസരിച്ചാണ്. ദൈവസ്നേഹത്തിൻ്റെ ലെവല്. അപ്പം അത് ഉടമ്പടി എൻ്റെ മക്കൾ ടാർഗറ്റ് ചെയ്യണത് ഞങ്ങൾ പറയുന്ന നിർദ്ദേശങ്ങളും നിബന്ധനകളും അച്ചിട്ടതുപോലെ എണ്ണി ഒപ്പിച്ച് അതുപോലെ ചെയ്താൽ അങ്ങനെ ഒരു പാകത്തിനിങ്ങനെ പാചകവിധിയല്ലേ ഉടമ്പടി? അല്ലേ? ഉടമ്പടി ഒരു പാചകവിധിയായിട്ട് പണിയെടുക്കാം അല്ലേ? നമുക്ക് വേണമെങ്കിൽ ഒരു ഉണ്ട ചമ്മന്തി അരക്കണമെങ്കിൽ എന്തുമാത്രം തേങ്ങ വേണം, എന്തുമാത്രം മുളക് വേണം, എത്ര കഷ്ണം മാങ്ങ വേണം എന്നൊക്കെ ഒരു പാചകവിധിയുണ്ട്. അതുപോലെ നിനക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ 5 രോഗികളെ കാണണം, 10 പേർക്ക് ഭക്ഷണം കൊടുക്കണം. അങ്ങനെ പാചകവിധിയല്ല ഉടമ്പടി. ഉടമ്പടി ദൈവസ്നേഹമാണ് വിഷയം. നീ ഉടമ്പടിയിലായിരിക്കുന്ന വ്യക്തിയുടെ ദൈവസ്നേഹം കൂടുന്നുണ്ടോ എന്ന് നോക്കണം. അല്ല നീ ചെയ്യണ കാര്യങ്ങളല്ല. നീ ചെയ്യണ കാര്യം സാങ്കേതികമായിട്ടാണെങ്കിൽ എന്ത് ചെയ്യും? ദൈവസ്നേഹം ഇല്ലാതെ സാങ്കേതികമായിട്ടാണ് ചെയ്യണമെങ്കിൽ വർക്കൗട്ട് ചെയ്യത്തില്ല.
അത് 1 കൊരിന്ത്യസിൽ പറയുന്നില്ല, നീ മാലാഖമാരുടെ ഭാഷയെ സംസാരിച്ചാൽ പോലും സ്നേഹമില്ലെങ്കിൽ അതൊക്കെ ശൂന്യം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 1 കൊരിന്തോസ് 13:1. 1 കൊരിന്ത്യസ് 13:1. ഞാൻ മനുഷ്യരുടെയും ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. അതായത് പൗലോസപ്പോസ് അത്ര വലിയ കവിയല്ലായിരുന്നു. കാര്യം മുഴങ്ങുന്ന ചേങ്ങലക്കും ചിലമ്പിനുമൊക്കെ ഒരു താളമുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആ താളം പോലും ഉണ്ടാകത്തില്ല സ്നേഹമില്ലെങ്കിലും അദ്ദേഹം ഇന്ന് നമ്മുടെ ഭാഷകളെല്ലാം നമുക്ക് കമ്മ്യൂണിക്കബിൾ പോലും ആകാതെ ഇരിക്കുമെന്നാണ് പറയണത്. പക്ഷേ അതിനേക്കാൾ ഗതികേടാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് എൻ്റെ മക്കൾ ചെയ്യണത് സ്നേഹരാഹിത്യമായിട്ടുള്ള എന്തെങ്കിലും ബേസ്മെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. കാര്യം ഇതെല്ലാം ചെയ്യണമെങ്കിൽ സ്നേഹം വേണം. ആരോട് വേണം? ദൈവത്തോട് വേണം. ദൈവത്തോട് സ്നേഹമില്ലാതെ നിനക്ക് ആശുപത്രി പോകാനൊന്നും രോഗികളെ കാണാൻ പറ്റത്തില്ല. ദൈവത്തോട് സ്നേഹമില്ലാതെ നിനക്ക് ഒരു ബന്ധവും സ്വന്തമല്ലാത്ത ആൾക്കാരെ വിളിച്ചിരുത്തി പഠിക്കാൻ. ഇപ്പം ഞാൻ ചില പ്രശ്നത്തിൽ പറഞ്ഞു, ട്യൂഷൻ പഠിപ്പിക്കാൻ പറ്റുന്നവരിപ്പോൾ ഈ വെക്കേഷൻ ടൈമാണ്. എല്ലാവരും തന്നെ ഇംഗ്ലീഷിനും കണക്കിനുമൊക്കെ കുറവുള്ള ആൾക്കാരാണ് പിള്ളേർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു സെൻറ്റൻസ് പോലും എഴുതാൻ അറിയാൻ പാടില്ലാത്ത 10ാം ക്ലാസ്സുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പഠിപ്പുള്ളവർ SLC അതുപോലെ തന്നെ 9ാം ക്ലാസ്സുകാരൊക്കെ വിളിച്ചിരുത്തിയിട്ട് അവർ കിട്ടുന്ന സമയം കൊണ്ട് അവിടെ ഗ്രാമർ ഒന്ന് ചെക്ക് ചെയ്യണം, അവിടെ കണക്കൊന്ന് നോക്കണം. അവർക്ക് ബേസിക്ക് പോയിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ 10ാം ക്ലാസ്സിൽ പഠിച്ചാലും ജോലിയൊന്നും കിട്ടത്തില്ല അവർക്ക്. ഗവൺമെൻറ് പിന്നെ ഇരട്ടി ട്യൂട്ടോറിയൽ ഇരട്ടി പണം മുടക്കി പിന്നെ ഇവരെ പഠിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഗ്രേസ് മാർക്ക് കൊടുത്ത് വിടും. പക്ഷേ ഇവരെന്നാ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് സ്കിൽഫുൾ അല്ലാത്ത കുറച്ച് തൊഴിലാളികളെ അടുത്ത തലമുറ സൃഷ്ടിക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസമാണ് ചില സമയത്ത് ഈ ഓൾ പ്രൊമോഷൻ കൊണ്ട് ഉണ്ടാകുന്നത്. ഗവൺമെൻറ് അതേ പറ്റത്തുള്ളൂ. ഞാൻ ഗവൺമെൻറ്റിനെ കുറ്റം പറയുകയല്ല. പക്ഷേ അതേസമയം തന്നെ ഇങ്ങനെ ഷെഡ് ഔട്ട്സുകളുടെ എണ്ണം കൂടുന്നുണ്ട്. അതേസമയം തന്നെ 9ാം ക്ലാസ് വരെ ചെന്നിട്ടും ബേസിക്സ് കിട്ടാത്തവരുണ്ട്. അവരെ നിങ്ങൾ വിളിച്ചിരുത്തി ജാതി മതവും നോക്കാതെ അവരുടെ ബേസിക്സ് കറക്റ്റ് ചെയ്യണം. ഗ്രാമർ ആയാലും ഇംഗ്ലീഷ് ആയാലും കണക്കായാലും ഒന്ന് നോക്കണം. ഗ്രാമർ, ഇംഗ്ലീഷ്, കണക്ക് ഒന്ന് നോക്കിയിട്ട് കാര്യം അവർക്ക് ഇപ്പോൾ ട്യൂഷൻ പൈസ കൊടുത്ത് ട്യൂഷൻ ചെയ്യാൻ ഉള്ള മാർഗമില്ലാത്തവരെ നോക്കണം. അത് ഉടമ്പടിയുടെ ഒരു ഭാഗമാകണം. പക്ഷേ അത് നിങ്ങൾ ദൈവസ്നേഹത്താൽ ചെയ്യണം. ദൈവസ്നേഹത്തെ ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സമുദായ സ്നേഹമാണ് ഉള്ളത്. കേരളത്തിൻ്റെ കാര്യം പറയുക, ഒരു മനുഷ്യൻ ദൈവസ്നേഹത്തെ ഇപ്പം നമ്മൾ ജാതി മാറണം, ജാതി ഉണ്ടാവരുത്, മതം ഉണ്ടാവരുതെന്നൊക്കെ പറഞ്ഞാലും ഇത് ഒരു പറയുന്ന ആൾക്കാർ അതിനേക്കാൾ വലിയ ജാതി കളിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യം ക്രിസ്തുവിനെ സംബന്ധിച്ചത് ഒരു കാര്യം പറഞ്ഞതേ ജാതി മതം ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് അതിജീവിക്കണമെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ചില പറയും ഇവിടെ ഇപ്പോൾ കാസ്റ്റുമാർ കല്യാണം കഴിക്കുന്നവർക്ക് ഗവൺമെൻറ് കാശ് കൊടുക്കണില്ലേ? കാസ്റ്റുമാർ കല്യാണം കഴിക്കുന്നവർക്ക് അല്ലേ, 2 കാസ്റ്റിൽ എതിർ കാസ്റ്റിൽ കല്യാണം കഴിക്കുന്നവർക്ക് കാശ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാസ്റ്റ് സിസ്റ്റം മാറുമെന്നാണ് ഇവർ പറയണത്. ആര് മാറാൻ? ഒരിക്കലും മാറത്തില്ല. കാരണം ഇത് ജാതി എന്നല്ല, ജനിതകമല്ലേ, ജനറ്റിക്കല്ലേ ഇത് സാധനം, ബ്ലഡിൽ കിടക്കുന്ന സാധനമല്ലേ ഇത്. ജാത്യ ഗുണം തൂത്താ പോവുക. ഇതിൻ്റെ അകത്തുള്ളത് ജനറ്റിക്കൽ കേസാണിത്. ഇത് കുറേ വർഷങ്ങൾ. അതുകൊണ്ടാണ് ഈശോ എന്നാ പറഞ്ഞറിയോ, ലവ് ലെവൽ കൂട്ടണം. ലെവൽ നോക്കി കഴിഞ്ഞാൽ അപ്പം പിന്നെ ജാതി മതം നോക്കത്തില്ല. ഈശ്വരൻ്റെ വിശ്വാസത്തെ ചിലപ്പോൾ അത് നോക്കും, ബാക്കി ഭൗതിക കാര്യങ്ങൾക്കൊന്നും നോക്കത്തില്ല. ഈശ്വരവിശ്വാസം നിത്യതയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിത്യത വീട്ടിക്കൊണ്ട് നമ്മൾ ഒരു കളിയും കളിക്കാൻ പറ്റത്തില്ല. കാര്യം നിത്യതയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് രക്തം ചിന്തി ജീവൻ ചൊരിഞ്ഞവനാണ് നമുക്ക് നിത്യജീവൻ നൽകേണ്ടത്. ആ നിത്യജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ സംസാരിക്കുന്ന വിഷയം വിദ്യാഭ്യാസമാണ്, നിത്യതയല്ല. അനുദിന ജീവിതത്തിലെ ഭൗതിക ജീവിത സാഹചര്യങ്ങളാണ്. ഭൗതിക ജീവിത സാഹചര്യങ്ങളുടെ കൊടുക്കലും മെഡിക്കലും ഒക്കെ വരണതെല്ലാം ഒരു മനുഷ്യൻ്റെ സ്നേഹ ലെവൽ കൂടുമ്പോഴാണ്.
അതുകൊണ്ട് ഈശോ എന്നാ ചെയ്യുന്നറിയാവോ, ഞാനാണെന്ന് എന്നെ നിങ്ങൾ സ്നേഹിക്കണം. എന്തിനാണെന്നറിയാവോ, എന്നെ നിങ്ങൾ എല്ലാത്തേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കണമെന്ന് പറഞ്ഞില്ലേ, അതെന്തിനാ അങ്ങനെ പറഞ്ഞിരിക്കണത്? എന്തിനാണ്? എല്ലാത്തിനേക്കാൾ ഉപരി നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനെ സ്നേഹിക്കുന്ന പോലെ തന്നെ നമുക്ക് മനുഷ്യരെ സ്നേഹിക്കാം, ജാതി മതം നോക്കാതെ. അതുകൊണ്ട് എന്ത് പറഞ്ഞു, ഞാൻ രോഗിയാണെന്നല്ലേ ഈശോ പറഞ്ഞത് അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മത്തായി 25:36. മത്തായി 25:36. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. പറഞ്ഞ, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. നിങ്ങൾ എന്നെ സന്ദർശിച്ചു. അപ്പൊ രോഗിയെ കാണുമ്പോൾ ആരായിട്ട് കാണണമെന്നാ പറയണത്? ക്രിസ്തുവായിട്ട് കാണണമെന്നാ പറയണത്. മനസ്സിലായില്ലേ? അതാണ് വിഷയം. എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദൈവസ്നേഹം വർദ്ധിക്കുന്ന അനുസരിച്ച് കൊണ്ട് പിന്നെ എന്താ പറയണത്, അത് നേരെ തിരിച്ചു വരും. എങ്ങനെ തിരിച്ചു വരും? നമ്മൾ രോഗിനെ കാണുമ്പോൾ നമ്മൾ എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുമ്പോൾ ആ എല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിന് കൊടുക്കുന്ന സ്നേഹം ആർക്ക് കൊടുക്കും? നമ്മൾ. ഞാൻ ക്രിസ്തുവിനെ രോഗിയായിട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ രോഗിനെ ക്രിസ്തുവായിട്ട് കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെല്ലാത്തിനേക്കാളും ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ആ സ്നേഹം തന്നെ ക്രിസ്തുവിന് കൊടുക്കുന്ന ആ ബഹുമാനവും ആദരവും സ്നേഹവും നമ്മൾ ആർക്ക് കൊടുക്കും? രോഗികൾക്ക് കൊടുക്കും. മനസ്സിലായ? അവരെന്ത് ജാതിയായാലും എന്ത് അവസ്ഥയായാലും ആ ദൈവത്തിന് കൊടുക്കുന്ന അതേ നിലവാരം ആ രോഗികൾക്ക് കൊടുക്കും. ഇത് സുഖമാണ് സുവിശേഷത്തിൻ്റെ കാഴ്ചപ്പാട്. ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും പറയണില്ല. തളർന്നു കിടക്കുന്നവനെ താങ്ങാനുള്ള ദൈവസ്നേഹം ഉണ്ടാകാൻ വേണ്ടിയാണ് ക്രിസ്തു ക്രൂശിക്കപ്പെട്ട കാലമാണ് നോൻപ് കാലം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടിയിൽ നമ്മൾക്ക് ഉടമ്പടി എപ്പോഴും പുഷ്പിക്കുന്നത് ദൈവസ്നേഹത്തിലാണ്. ഇപ്പം നിങ്ങൾ ടെക്നിക്കലായിട്ടും ഇങ്ങനെ സാങ്കേതികമായിട്ടും വിഷയങ്ങൾ ചെയ്താൽ അത് ഡ്രൈ ഉടമ്പടി എന്ന് പറയും. ഡ്രൈ കവനൻറ്റ്. നിങ്ങൾ പല ആൾക്കാരും ചെയ്യുന്നത് ഡ്രൈ കവനൻ്റാണ്. ഞാനെപ്പോഴും ഡ്രൈ കവനൻ്റ് എന്ന് പറയാം. എന്നാൽ ഡ്രൈ കവനൻ്റ് ഞങ്ങൾ കുർബാന ചൊല്ലുന്ന പട്ടക്കിടുന്ന മുമ്പ് ഡ്രൈ മാസം നടത്തുമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാനത് പറഞ്ഞായിരുന്നു. ഇപ്പോഴും ഞാനത് പറയുകയാണ്. ഡ്രൈ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒസ്തി പിന്നൊക്കെ എടുത്തിട്ട് കുർബാനയുടെ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊടുക്കും. പട്ടം കിട്ടിയിട്ടില്ല, അത് ചൊല്ലി പഠിക്കുകയാണ്. അതുകൊണ്ട് എന്താ പറ്റും? നമ്മൾ എത്ര വാഴ്ത്തിയാലും ഈ ഗോതമ്പപ്പം ഈശോയുടെ ശരീരമായി മാറത്തില്ല. ചിലർ എത്ര ഉടമ്പടി രോഗികളെ കണ്ടാലും ദൈവസ്നേഹം വർക്കൗട്ട് ചെയ്യത്തില്ല. ഡ്രൈ കവനൻ്റാണ്. ദൈവസ്നേഹം ഇല്ലാതെ നിങ്ങൾ എന്ത് ഉടമ്പടി പ്രകാരം ആതുര സേവനങ്ങൾ ചെയ്താലും, കാര്യം ദൈവസ്നേഹം ഉണ്ടെങ്കിൽ അവസരം കാണുമ്പോൾ ദൈവമായിട്ട് തോന്നണം. അതാണ് എൻ്റെ ഭക്തി എന്ന് പറയുന്നത്. അതാണ് ഞാനെന്ന് പറയണത്. അല്ലെങ്കിൽ ഈശോക്ക് രോഗികളെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, ഞാൻ രോഗിയായിരുന്നു എന്നാണ് പറയണത്. ദാറ്റ് മീൻസ് എല്ലാത്തിനുപരി ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞ ദൈവം തന്നെ സ്നേഹിച്ചിട്ട് ചില പറയുമേ ദൈവം എന്ത് സ്വാർത്ഥനാണ്, എല്ലാത്തിനേക്കാളും ഉപരി ദൈവത്തെ സ്നേഹിക്കാൻ പറഞ്ഞിരിക്കണം. ഇതൊരിക്കലും നമുക്ക് വേറെ മനുഷ്യന് വേറെ പണിയൊന്നുമില്ല. യുക്തിവാദികളൊക്കെ പറയത്തില്ലേ ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ സ്നേഹിക്കുക. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹിക്കാൻ വേണ്ടി ജനങ്ങളെ നിർബന്ധിക്കണ ദൈവം എന്തൊരു സ്വാർത്ഥനാണ്. പക്ഷേ അതെന്താ സംഭവം? നമ്മൾ ദൈവത്തെ സമ്പൂർണ്ണമായി എല്ലാത്തിനേക്കാളും ഉപരി സ്നേഹിച്ച് കഴിയുമ്പോൾ അടുത്ത കൽപ്പന പറയും. എന്താണ്? ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. അപ്പം നഗ്നനും രോഗിയും പാവപ്പെട്ടവനും എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിത നിലവാരങ്ങളിൽ നിൻ്റെ ഒപ്പം നടന്നു കയറാൻ പറ്റാത്തവർ ആരുണ്ട്? അവർക്ക് നീ സഹായിക്കാൻ ചെല്ലുമ്പോൾ നിൻ്റെ ബന്ധുവാണോ, സ്വന്തമാണോ, ജാതിക്കാരനാണോ, സമുദായക്കാരനാണോ നോക്കും. അങ്ങനെ നോക്കരുത്. ഞാനാണെന്ന് കണ്ടാൽ മതിയെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കർത്താവിൻ്റെ സ്നേഹം എന്താണ്? കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജാതിയോ മതമോ ബന്ധുവോ സ്വന്തമോ ഒന്നും നോക്കിയല്ല ആൾക്കാരെ സ്നേഹിക്കണമെന്ന്. അതെന്താ പറയുക? എനിക്ക് ഇഷ്ടമുള്ളവരോട് എനിക്ക് കാരുണ്യം കാണിക്കാവും. അത് ഇഷ്ടത്തിൻ്റെ പേരിലാണ്, ജാതിയുടെ പേരിലല്ല.
മതത്തിൻ്റെ പേരിലല്ല, സമുദായത്തിൻ്റെ പേരിലല്ല. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കണത് ദൈവത്തിന് നിന്നോട് ഇഷ്ടം തോന്നുന്നതിൻ്റെ പേരിലാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്ന നിങ്ങൾക്ക്, ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന കക്ഷികളെ നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് ഇഷ്ടം തോന്നുന്നതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ക്ലിയർ അല്ലേ? വേറെ ഒന്നും ചിന്തിച്ച് കളി കയറേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഇത്തരം, അതായത് ഈ ഉടമ്പടി എടുത്തിരിക്കുന്ന കക്ഷികളോട് ദൈവത്തിന് ഇഷ്ടം തോന്നണം. എന്താ കാരണം? ഈ ദൈവസ്നേഹം രൂപപ്പെടുത്തി വന്നാൽ, അത് ഉടമ്പടി ബേസ്മെൻറ്റിലാണല്ലോ ദൈവസ്നേഹം നമ്മളിൽ രൂപപ്പെടുത്തി വരണത്. കാര്യം അത് ഭക്തിയിൽ അടിസ്ഥാനമാണ്. ഭക്തി ദൈവസ്നേഹത്താൽ ഒട്ടുന്ന വിഷയമാണെന്ന് സങ്കീർത്തനം 91:14 പറഞ്ഞില്ലേ? അപ്പോഴേ ഈ ഉടമ്പടിയിൽ ലക്ഷ്യം എന്താണ്? ദൈവസ്നേഹം വർദ്ധിപ്പിക്കുക. അപ്പോഴെന്ത് പറ്റും? നിനക്ക് ദൈവത്തിന് നിന്നോട് ഇഷ്ടം തോന്നും. കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു ഗ്രൗണ്ടുമില്ല. എന്താണ്? എനിക്ക് ഇഷ്ടമുള്ളവരോട് അങ്ങനെ ഒരു വചനമുണ്ട്. എന്താ വചനം? സങ്കീർത്തനം അല്ല, റോമ 9:15 എടുത്ത് ശ്രദ്ധിക്കട്ടെ. റോമ 9:15. റോമ 9:15. എനിക്ക് ദയ തോന്നുന്നവരോട് പറഞ്ഞ, എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്യുന്നു. അപ്പൊ ഇതാണ് വിഷയം. ഇപ്പം നമ്മൾ ഉടമ്പടി എടുത്തു. ഇനി എന്താണ് ഓപ്ഷൻ? പന്ത് കർത്താവിൻ്റെ കോട്ടിലാണ്. എന്താ ഈശോ ദൈവത്തിൻ്റെ നിലപാടെന്താണ്? എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കാം. പിന്നെന്താ പറഞ്ഞിരിക്കണത്? എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ തോന്നും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ഔട്ടായി കഴിഞ്ഞാലേ, ക്വസ്റ്റ്യൻ ഔട്ടായി, ഇനി നമ്മൾ ആൻസർ നമ്മളായി പറയേണ്ടത്. അപ്പോൾ ദൈവത്തിന് നമ്മളോട് ദയ തോന്നാൻ എന്താ ഒരു വഴി? അടുത്ത ചിന്ത അതല്ലേ? ദൈവം ഓപ്പണായിട്ട് പറഞ്ഞിരിക്കണം. എന്താ പറഞ്ഞിരിക്കണത്? എനിക്ക് ഇപ്പോൾ റോമ 9:15 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ, എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് ഞാൻ അനുകമ്പ കാണിക്കും. അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ ദയ ദൈവം നമ്മോട് തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ ക്ലിയറായില്ലേ സംഭവം? ദൈവത്തിൻ്റെ ദയ നമ്മളോട്, ഇപ്പം നമുക്ക് ഉടമ്പടി വർക്കൗട്ട് ചെയ്യണം എന്ത് ഗ്രൗണ്ടിലാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അപ്പോൾ യോഗ്യത കൊണ്ടല്ല, ദയ കൊണ്ടാണ്, അനുകമ്പ കൊണ്ടാണെന്ന് വ്യക്തമല്ലേ? ശോഭയ്ക്ക് കിട്ടിയതും അതുപോലെ അഞ്ചു ആന്റണി കിട്ടിയതും എന്താണ്? അനുകമ്പയും ദയമാണ് കിട്ടിയിരിക്കുന്നത് ഉടമ്പടി വഴി. അങ്ങനെ ദൈവത്തിന് ഉടമ്പടി പ്രകാരം എന്നോട് ദയ തോന്നണമെങ്കിൽ, എന്നോട് അനുകമ്പ തോന്നണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സ്റ്റാൻഡിങ് നിലപാട് എന്താണ്? എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ അനുകമ്പ തോന്നും. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. ഇന്ന വ്യക്തിയോ പർട്ടിക്കുലർ വ്യക്തിയൊന്നുമില്ല. പിന്നെ നമ്മുടെ ഭാഗത്താണ് ബോൾ വരേണ്ടത്. ബോൾ വന്നാൽ പിന്നെ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ദയ നമ്മളോട് തോന്നാൻ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ അതല്ലേ? ഉടമ്പടി വർക്കൗട്ട് ചെയ്യണം ഇങ്ങനെയാണ്. എന്നോട് ദൈവത്തിന് ദയ തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നോട് എൻ്റെ കുടുംബത്തോട് അനുകമ്പ തോന്നാൻ ഞാൻ എന്ത് ചെയ്യണം? 9:16 വായിച്ച ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. റോമ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. ഇനി പ്രയത്നിച്ചത് കൊണ്ടും ആ പ്രയത്നത്തിൻ്റെ പിന്നിൽ ഇപ്പം ഞാൻ പറഞ്ഞു സാങ്കേതികമായി പ്രവർത്തിക്കാം. 10 പത്രം മേടിച്ചിട്ട് ഓരോരുത്തരും കൊടുത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റും. രോഗികളെ പോയി കാണാം. അങ്ങനെ സാങ്കേതികമായി നമുക്ക് പ്രവർത്തിക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ദൈവസ്നേഹം ഇല്ലാതെ ഇത് ഇവിടുന്ന് പറഞ്ഞു, കൃപാസനത്തിന് പറഞ്ഞു പത്രം കൊടുക്കാൻ, കൃപാസനത്തിന് പറഞ്ഞു രോഗികളെ കാണാം, അതുകൊണ്ട് ഞാൻ രോഗികളെ കാണാൻ പോവുകയാണ്. ഇങ്ങനെ ആർക്കും ചെയ്യാം. ഇങ്ങനെ വർക്ക് ചെയ്താൽ അത് കാണും. 9:16 വായിച്ചു. റോമ 9:16. റോമ 9:16.
അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല. പറഞ്ഞേ, അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രവർത്തനമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ആഗ്രഹിച്ചത് കൊണ്ടോ ഇങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടോ ദൈവം അതുപോലെ തിരിച്ച് പ്രവർത്തിക്കണമെന്നല്ല. നമുക്ക് ദയയാണ് പ്രശ്നം. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ കരുണ, അനുകമ്പ എന്ന് പറയുന്നത്, ദയ എന്ന് പറയുന്നത്, ഗ്രേസ് എന്ന് പറയുന്നത് എല്ലാം ഗ്രേസിൻ്റെ ഇഫക്ട്സായിട്ടാണ് ഇതെല്ലാം വരണത്. അപ്പോൾ നമുക്ക് വേണ്ടത്, നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുന്ന അടുത്ത് വെച്ച് നമുക്ക് വേണ്ടത് ദയയാണ് ദൈവത്തിൻ്റെ. അത് ഗ്രേസ് എന്ന് ചില സമയത്ത് പറയും, ചില സമയത്ത് കരുണയെന്ന് പറയും, ചില സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ അനുകമ്പയെന്ന് പറയും. എന്താ, നമുക്കതാ വേണ്ടത്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കതെങ്ങനെ ആർജിക്കാൻ പറ്റുമെന്നാണ് സങ്കീർത്തനം 103:18. ശ്രുതികട പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് 103:18. 103-ാം സങ്കീർത്തനം 17-18 തിരുവചനങ്ങൾ. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. എന്നാൽ കർത്താവിന്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ. ഇപ്പൊ എന്തൊരു പ്രോബ്ലം എന്ന് മനസ്സിലായില്ലേ? അതായത് ദൈവത്തിന്റെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന്, പ്രഖ്യാപിത നിലപാട് എന്താണ്? റോമ 9:15. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, റിപ്പീറ്റ്, റിപ്പീറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, റോമ 9:16. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാനം. ദയയാണ് അടിസ്ഥാനം. അപ്പം ദയയാണ് അടിസ്ഥാനമെങ്കിൽ ദൈവത്തിൻ്റെ നിലപാടെന്താണ്? 9:15. റോമ 9:15. ടേക്ക് അപ്പ് വേർഡ്, റീഡ് ഇറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, റോമ 9:15. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും. അപ്പൊ നമ്മുടെ പ്രവർത്തനവും ആഗ്രഹവും അല്ല 9:16 പറയുന്ന പോലെ ദൈവത്തിന് ദയ കിട്ടാനുള്ള ഒരു മാർഗം. ദൈവത്തിന് ദയ കിട്ടാനുള്ള മാർഗം എന്താണ്? അതാണ് സങ്കീർത്തനം 103:18 പറയുന്നത്. എന്താണത്? Read it. Hallelujah. 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 Hallelujah.